കേരളമടക്കമുള്ള 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തീയതികൾ ഉടൻ പ്രഖ്യാപിക്കും. നാളെയോ മറ്റന്നാളോ പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് സൂചന. പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന് ഉറപ്പായതോടെ സ്ഥാനാർത്ഥി നിർണയങ്ങൾ വേഗത്തിലാക്കിയിട്ടുണ്ട് മുന്നണികളും. എന്നാൽ NDAയിലെ സീറ്റ് വിഭജനം വൈകുന്നതിൽ അതൃപ്തി അറിയിച്ച 6 ഘടകകക്ഷികൾ മുന്നണി ചെയർമാൻ രാജീവ് ചന്ദ്രശേഖറിന് കത്ത് നൽകി. കേരളം, തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ, അസം എന്നീ 5 സംസ്ഥാനങ്ങളിലേക്കാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി കേന്ദ്രത്തിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സംസ്ഥാനങ്ങളിലെ സന്ദർശനം പൂർത്തിയാക്കി കഴിഞ്ഞു. സന്ദർശനത്തിന് പിന്നാലെ തീയതി പ്രഖ്യാപിക്കുകയാണ് പതിവ്. എന്നാൽ പ്രധാനമന്ത്രിയുടെ ബംഗാൾ, അസം സന്ദർശനം പൂർത്തിയാക്കിയതിനു ശേഷം തീയതി പ്രഖ്യാപിക്കാനാണ് ഇലക്ഷൻ കമ്മീഷൻ നീക്കം. നാളെയോ മറ്റന്നാളോ പ്രഖ്യാപനമുണ്ടായേക്കും. ഏപ്രിൽ പകുതി കഴിഞ്ഞ് ഒറ്റഘട്ടമായിട്ടാകും കേരളത്തിലെ വോട്ടെടുപ്പ്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മണിക്കൂറുകൾ ബാക്കി നിൽക്കെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമരൂപം നൽകാനുള്ള തയ്യാറെടുപ്പുകളാണ് എല്ലാ മുന്നണികളും. പൊതു സ്വതന്ത്രന്മാരെ മത്സരിപ്പിക്കുന്ന സീറ്റുകളിലേക്ക് സ്ഥാനാർത്ഥി നിശ്ചയിക്കാനാണ് CPIMന്റെ ശ്രമം. പാലക്കാട്, തൃക്കാക്കര സീറ്റുകളാണ് പ്രഖ്യാപനം വൈകുന്നത്. പാലക്കാട് ക്രിക്കറ്റ് അസോസിയേഷൻ നേതാവ് സിയാസുദ്ദീൻ, മുൻ MLA നൌഷാദ് എന്നിവരാണ് പരിഗണനയിലുള്ളത്. തർക്കങ്ങൾ വേഗം പരിഹരിച്ച് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനൊപ്പം ആദ്യഘട്ട പട്ടിക പ്രഖ്യാപിക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം. കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റി തീരുമാനമെടുത്ത 30 സീറ്റുകളിലെ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാണ്. UDFിലെ സീറ്റ് വിഭജനവും അന്തിമമാകേണ്ടതുണ്ട്. കേരള കോൺഗ്രസ് ജോസഫുമായുള്ള സീറ്റ് തർക്കമാണ് നീളുന്നത്. ഇടുക്കി, ഏറ്റുമാനൂർ സീറ്റുകൾ കോൺഗ്രസ് ആവശ്യപ്പെട്ടപ്പോൾ വിട്ടുനൽകാനാകില്ലെന്ന് ജോസഫ് ഗ്രൂപ്പ് അറിയിച്ചു. ഇടുക്കി ജില്ലയിലെ മുഴുവൻ കേരള കോൺഗ്രസ് പ്രവർത്തകരും ഈ കാര്യത്തിൽ ആശങ്ക പങ്കുവയ്ക്കുകയാണ്. അത് PJ ജോസഫ് സാറിനെ പാർട്ടി ചെയർമാൻ എന്നുള്ള നിലയിൽ നേരിട്ടും അല്ലാതെയും ഈ വിഷയങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ടുമാണ് ഇരിക്കുന്നത്. സീറ്റിന് വേണ്ടിയിട്ടുള്ള നിർണായകമായ നിലപാടുകൾ പാർട്ടി സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇടത് വലതു മുന്നണികളിൽ നിന്ന് വിപരീതമായി സീറ്റ് വിഭജനത്തിൽ മെല്ലെപ്പോക്കാണെന്ന ആക്ഷേപമാണ് NDA ക്യാമ്പിൽ നിന്ന് ഉയരുന്നത്. സീറ്റ് വിഭജനം സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് NDAയിലെ 6 ഘടകകക്ഷികൾ ചെയർമാൻ രാജീവ് ചന്ദ്രശേഖറിന് കത്ത് നൽകി. രാഷ്ട്രീയത്തിലേക്കില്ലെന്ന് പ്രമുഖ ഫുട്ബോൾ താരം IM വിജയൻ വ്യക്തമാക്കി. സുരേഷ് ഗോപി അടക്കം പലരും ക്ഷണിച്ചിട്ടുണ്ടെങ്കിലും എല്ലാവർക്കും ഒപ്പം നിൽക്കാനാണ് താല്പര്യമെന്ന് IM വിജയൻ പറഞ്ഞു. 3 ആഴ്ച മുന്നേ അത് മോദി സാർ വിട്ടിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു ഡൽഹിയിൽ നിന്ന്. ഇലക്ഷൻ ഡേക്കാണ്. ഞാൻ പറഞ്ഞു ഇല്ല സാർ, ഞാൻ ഇലക്ഷൻ നിൽക്കുന്നില്ല. അപ്പോൾ അങ്ങനെ പിന്നെ സുരേഷ് ഏട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്തായാലും നിൽക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേട്ടാ വേണ്ട, എനിക്ക് ഇഷ്ടമില്ല, എനിക്ക് എൻ്റെ ഈ ഒരു സ്നേഹം മതി. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.